ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 6 മേളിതം മലയാളം. മലയാളത്തിലെ ശ്രദ്ധേയനായ മാപ്പിളപ്പാട്ട് കവി ടി ഉബൈദിന്റെ വിടവാങ്ങൽ എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് തന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഏതെല്ലാം ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്? തെയ്യം വടക്കൻ മലബാറിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കേരളത്തിന്റെ തനതായ കലാരൂപമാണ് തുള്ളൽ. പിന്നെയോ എഴുത്താണിയുടെ ചിത്രം. പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഉപകരണമാണ് എഴുത്താണി. പിന്നെയോ തെങ്ങോലയുടെ ചിത്രവുമുണ്ട്. കേരളത്തിന്റെ വൃക്ഷമായ തെങ്ങിന്റെ ഓല. നമ്മുടെ നാടിന്റെ മനോഹാരിതയെ വർണ്ണിക്കുന്ന ഈ വരികൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. പൊങ്ങും മോഹന സംസ്കാര പുതുമലരുകൾ വിരിയും മലനാട്ടിൽ തുഞ്ചൻ തന്നുടെ പൈങ്കിളി പാടും കുഞ്ചൻ തന്നുടെ നർത്തകിയാടും സഞ്ചിതരമണീയത കളിയാടും നെഞ്ചു കുളിർത്തിടുമിളനീർച്ചൂടും പച്ച പന്തലിലണയാൻ തെങ്ങുകൾ മാടി വിളിക്കും മലനാട്ടിൽ. മലയാള നാടിനെ മനോഹരമാക്കുന്ന എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത്? പൊങ്ങും മോഹന സംസ്കാര പുതു മലരുകൾ വിരിയും മലനാട്ടിൽ. ഏതു നാടിനെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത്? സംസ്കാരത്തിന്റെ പുതുമലരുകൾ വിരിയുന്ന നാട്. ആരുടെ പൈങ്കിളിയാണ് മലനാട്ടിൽ പാടുന്നത്? തുഞ്ചൻ തന്നുടെ പൈങ്കിളി പാടും. ആരാണ് തുഞ്ചൻ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. കിളിപ്പാട്ടെന്നാൽ കിളി ചൊല്ലുന്ന രീതിയിലുള്ള അവതരണ രീതിയാണ് കിളിപ്പാട്ടെന്ന് പറയുന്നത്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ തുഞ്ചൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, തുഞ്ചൻ തന്നുടെ പൈങ്കിളി പാടും. ആരുടെ നർത്തകിയാണ് ആടുന്നത്? കുഞ്ചൻ തന്നുടെ നർത്തകിയാടും. ആരാണ് കുഞ്ചൻ? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കലാരൂപമാണ് തുള്ളൽ. കുഞ്ചൻ തന്നുടെ നർത്തകിയാടും സഞ്ചിതരമണീയത കളിയാടും നെഞ്ചു കുളിർത്തിടും ഇളനീർ ചൂടും. എന്താണ് കളിയാടുന്നത്? സഞ്ചിതരമണീയത. ഇടതിങ്ങിയ കേരവൃക്ഷങ്ങളുടെ മനോഹാരിത കളിയാടുന്ന നാട്. നെഞ്ചു കുളിർപ്പിക്കുന്നത് എന്താണ്? ഇളനീർ. ഇളനീരിന്റെ നാട്. നെഞ്ചു കുളിർത്തിടും ഇളനീർ ചൂടും. നെഞ്ചു കുളിർപ്പിക്കുന്നത് ഇളനീരാണ്. ഇളനീരിന്റെ നാട്. പച്ചപ്പന്തലിൽ അണയാൻ തെങ്ങുകൾ മാടി വിളിക്കും മലനാട്ടിൽ. തെങ്ങുകൾ എന്തിനാണ് മാടി വിളിക്കുന്നത്? പച്ചപ്പന്തലിൽ അണയാൻ. തെങ്ങുകൾ കൊണ്ട് പച്ചപ്പന്തലിട്ട നാടാണ് മലയാള നാട്. മലയാള നാടിന്റെ പ്രകൃതി ഭംഗി ആരെയും ആകർഷിക്കുന്നു. ഏതാണ് മലയാള നാട്? നമ്മുടെ കേരള നാടാണ്. സംസ്കാരത്തിന്റെ പുതുമലരുകൾ വിരിയുന്ന നാടാണ്. എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ജീവിച്ച നാടാണ്. തുള്ളലിന്റെ നാടാണ്. ഇളനീരിന്റെ നാടാണ്. തെങ്ങുകൾ കൊണ്ട് പച്ച പന്തലിട്ട നാടാണ് നമ്മുടെ കേരള നാട്.
കേരളത്തിന്റെ ഭംഗിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ മലയാളം എന്ന കവിതയാണ് പാഠഭാഗം. മാൺപിയെന്നു വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരത ഭൂവിന്റെ മണിത്തങ്കച്ചിലങ്കയായി, മേഘങ്ങളാലുടുപ്പിട്ട മല കുന്നുകൾ മേടുകൾ, ആനമാൻ പന്നി പുലികൾ പോത്തും മേളിച്ച കാടുകൾ, തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി പോകുമാറുകൾ, ആമ്പലും നെയ്തൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ, വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ, പുലാവും പുളിയും മാവും വാഴയും വായ്ച്ച തോപ്പുകൾ, അശോകം ചമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ, പശിമപ്പെട്ട പാടങ്ങൾ പശുമേയും പറമ്പുകൾ, നാനാ പ്രകൃതി സൗന്ദര്യ പ്രദർശനമണിക്കളം, കലോല്ലാസത്തളം വെൽവൂ കേരളം ഭൂരിമംഗളം. വള്ളത്തോൾ കവിതകൾ. വള്ളത്തോൾ നാരായണ മേനോൻ. മാൺപിയെന്നു വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരത ഭൂവിന്റെ മണിത്തങ്കച്ചിലങ്കയായി. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മലയാള നാട് ഭാരതദേശത്തിന്റെ മനോഹരമായ ചിലങ്ക പോലെ ശോഭിക്കുന്നു. മാൺപ് അഴക്, മനോരമം ഭംഗിയുള്ളത്, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. ഭാരതഭൂവിന്റെ മണിത്തങ്കച്ചിലങ്കയായി വിളങ്ങുന്ന കേരളം. മേഘങ്ങളാൽ ഉടുപ്പിട്ട മല കുന്നുകൾ മേടുകൾ, ആന മാൻ പന്നി പുലികൾ പോത്തും മേളിച്ച കാടുകൾ. മേളിച്ച കൂടിച്ചേർന്ന. മേഘങ്ങളാൽ ഉടുപ്പിട്ട മല, മേഘങ്ങളാകുന്ന ഉടുപ്പിട്ട മലയും കുന്നും മേടും, ആന മാൻ പന്നി പുലി പോത്ത് തുടങ്ങിയവ വിഹരിക്കുന്ന കാടുകളും, തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി പോകുമാറുകൾ, ആമ്പലും നെയ്തൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തെളിഞ്ഞ ഓളങ്ങളുടെ മൂളിപ്പാട്ടുമായി പോകുന്ന ആറുകൾ, നദികൾ, ആമ്പലും നെയ്തലും നിറഞ്ഞ പൊയ്കകൾ. ആമ്പലും താമരയും നിറഞ്ഞ, നെയ്തൽ നെയ്യാമ്പൽ, തണ്ടാർ താമരപ്പൂവ്, ആമ്പലും താമരയുമെല്ലാം നിറഞ്ഞ പൊയ്കകളും. വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ, നാനാവർണ്ണത്തിലുള്ള പക്ഷികൾ ചേക്കേറുന്ന വൃക്ഷങ്ങൾ. ശാഖി, ശാഖകളുള്ളത്, വൃക്ഷം. പുലാവും പുളിയും മാവും വാഴയും വായ്ച്ച തോപ്പുകൾ. വായ്ച്ച വർദ്ധിച്ച. പ്ലാവ്, പുളി, മാവ്, വാഴ തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞ തോപ്പുകളും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അശോകവും ചെമ്പകവും പിച്ചിയും മുല്ലയും ചേർന്ന പൂന്തോട്ടങ്ങളും. അശോകം, ചെമ്പകം, പിച്ചി, മുല്ലയും ചേർന്ന വാടികൾ, വാടി തോട്ടം. പശിമപ്പെട്ട പാടങ്ങൾ, പശുമേയും പറമ്പുകൾ. പശിമപ്പെട്ട നനവുള്ള പാടങ്ങളും പശുമേയും പറമ്പുകളും. എന്തെല്ലാമുണ്ട്? പ്ലാവ്, പുളി, മാവ്, വാഴ തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞ തോപ്പുകളും, അശോകവും ചെമ്പകവും പിച്ചിയും മുല്ലയും ചേർന്ന പൂന്തോട്ടങ്ങളും, നനവുള്ള പാടങ്ങളും പശുമേയുന്ന പറമ്പുകളും നിറഞ്ഞ് പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രദർശന സ്ഥലവും കല ഉല്ലസിക്കുന്ന തളവുമായ കേരളത്തിന് മംഗളം ഭവിക്കട്ടെ. നാനാ പ്രകൃതി സൗന്ദര്യ പ്രദർശനമണിക്കളം, കലോല്ലാസത്തളം വെൽവൂ കേരളം ഭൂരിമംഗളം. മലയാള നാട്. മലയാളം എന്ന പേര്
ആദ്യകാലത്ത് ദേശനാമമായിട്ടാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. പിന്നീടാണത് ഭാഷാനാമമായി അറിയപ്പെട്ടത്. മലയാളം എന്ന കവിതയിൽ മലയാളത്തെ ദേശനാമമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വള്ളത്തോൾ നാരായണമേനോൻ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. 1878 പൊന്നാനിയിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. സാഹിത്യമഞ്ജരി 11 ഭാഗം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും, അച്ഛനും മകളും, ചിത്രയോഗം, മഹാകാവ്യം, ബധിരവിലാപം എന്നിവ പ്രധാന കൃതികൾ. 1955 അന്തരിച്ചു. കണ്ടെത്താം. മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത് ആരെല്ലാമാണ്? ആരെല്ലാമാണ് മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത്? മല, കുന്നുകൾ, മേടുകൾ. മലയും കുന്നും മേടുകളുമാണ് മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത്. ആറുകൾ പോകുന്നത് എങ്ങനെയെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ്? തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി. തെളിഞ്ഞ ഓളങ്ങളുടെ മൂളിപ്പാട്ടുമായി പോകുന്ന ആറുകൾ. തോപ്പിലെ ഏതെല്ലാം വൃക്ഷങ്ങളെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? ഏതെല്ലാമാണ്? പ്ലാവ്, പുളി, മാവ്, വാഴ. പൂന്തോട്ടത്തിൽ ഏതെല്ലാം തരം പൂക്കളാണുള്ളത്? അശോകം, പിച്ചി, ചെമ്പകം, മുല്ല. കാടുകളിൽ ഏതെല്ലാം മൃഗങ്ങളാണുള്ളത്? ആന, മാൻ, പന്നി, പുലി, പോത്ത്. അർത്ഥം കണ്ടെത്താം. അർത്ഥസൂചിക നോക്കി പദങ്ങളുടെ അർത്ഥം കണ്ടെത്തൂ. മാൺപ് അഴക്, മേളിച്ച കൂടിച്ചേർന്ന, പൊയ്ക ചെറുജലാശയം, ശാഖി വൃക്ഷം, ശാഖകളുള്ളത്, വെൽവു ജയിക്കുന്നു, മനോരമം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്, ആറ് പുഴ, വിചിത്രം പല നിറം, അത്ഭുതകരം, മനോഹരം എന്നീ അർത്ഥങ്ങളുണ്ട്. വാടി തോട്ടം. സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതൂ. ആറ് പുഴ, നദി, കാട്, വിപിനം, കാനനം, വൃക്ഷം, തരു, മരം. താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കണ്ടെത്തുക. കേരളത്തിലെ കാടുകളിൽ വിവിധ ഇനം മൃഗങ്ങൾ വിഹരിക്കുന്നുണ്ട്. ഏതൊക്കെ വരികളാണത്? ആന, മാൻ, പന്നി, പുലികൾ, പോത്തും മേളിച്ച കാടുകൾ. പൊയ്കകളിൽ ആമ്പലും താമരയും തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്ന ആശയം ഉൾക്കൊള്ളുന്ന വരികൾ ഏതാണ്? ആമ്പലും നെയ്തൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ. ഫലഭൂയിഷ്ടമായ വയലുകൾ കേരളത്തിലുണ്ട്. ഏത് വരികളിലാണ് ഈ ആശയം ഉൾക്കൊള്ളുന്നത്? പശിമപ്പെട്ട പാടങ്ങൾ. പ്രയോഗഭംഗി വിശദമാക്കാം. മഹാഭാരത ഭൂവിന്റെ മണിത്തങ്കച്ചിലങ്ക. എന്തുകൊണ്ടാണ് കേരളത്തെ മഹാഭാരത ഭൂവിന്റെ മണിത്തങ്ക ചിലങ്ക എന്ന് പറയുന്നത്? ഭാരതത്തിന്റെ പാദഭാഗത്താണ് കേരളം. കാൽച്ചിലങ്ക പോലെ അത് മനോഹരമാണ്. ചിലങ്കയ്ക്ക് കിലുക്കമുണ്ട്. കേരളത്തിൽ കേരളമാകുന്ന ചിലങ്കയിൽ കലാരൂപങ്ങളുടെ കിലുക്കമാണുള്ളത്. വിചിത്ര പക്ഷിച്ചിറകിൽ മഴവില്ലാർന്ന ശാഖികൾ. വിചിത്രം എന്ന പദത്തിനിവിടെ പല വർണ്ണത്തിലുള്ള, പല നിറത്തിലുള്ള എന്ന അർത്ഥമാണുള്ളത്. നാനാവർണ്ണത്തിലുള്ള ചിറകുകളോട് കൂടിയ പക്ഷികൾ ചേക്കേറുന്ന മരങ്ങൾ. പക്ഷിച്ചിറകുകളുടെ വർണ്ണഭംഗി മഴവില്ല് പോലെ ആയിരുന്നു.
വർണ്ണിച്ചെഴുതാം. കവിതയിലെ സൂചനകൾ വച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കൂ. ഭാരതാംബയുടെ കാൽത്തളിരിലെ സ്വർണ്ണക്കൊലുസ് പോലെ വിളങ്ങുന്ന കേരളം മനോരഞ്ജകമായ അനുഭൂതി സമ്മാനിക്കുന്നു. നീലമേഘങ്ങളാൽ ഉടുപ്പിട്ട മലകളും കുന്നുകളും കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് നമ്മുടേത്. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കൊടും കാടുകളും കുപ്പിവളച്ചിരിയുമായി തെളിഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ആമ്പലുകൾ നിറഞ്ഞ പൊയ്കകളും നയനാനന്ദകരം തന്നെ. വർണ്ണച്ചെപ്പുകളിൽ നിന്നും വാരി വിതറിയ സിന്ദൂരച്ചിറകുള്ള പക്ഷികൾ തീർക്കുന്ന മഴവില്ലഴകുള്ള മരക്കൊമ്പുകളും ചിലുചിലു കിലുക്കവുമായി അണ്ണാറക്കണ്ണൻ ഓടിക്കളിക്കുന്ന മൂവാണ്ടന്മാവും പുളി, വാഴ തുടങ്ങിയവ നിറഞ്ഞ തോപ്പുകളും എത്ര കണ്ടാലും മതിവരില്ല. അശോകം, ചെമ്പകം, പിച്ചി, മുല്ല തുടങ്ങിയവ പൂചൂടി നിൽക്കുന്ന പൂന്തോട്ടങ്ങളും നനവുള്ള പാടങ്ങളും പശുമേയുന്ന പറമ്പുകളും നിറഞ്ഞ നാട് പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രദർശന സ്ഥലമാണ്. കല ഉല്ലസിക്കുന്ന തളവുമായ കേരളനാട് അതിമനോഹരി തന്നെയാണ്. കണ്ടെത്താം. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ. പാലാ നാരായണൻ നായർ എഴുതിയ വരികളാണ്. ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരതഹരിണി, ജയ ജയ ധർമ്മ സമന്വയരമണി. ആരെഴുതിയതാണ്? ബോധേശ്വരൻ. കേരളഗാനം. ഇതുപോലെ കേരളത്തെക്കുറിച്ച് ധാരാളം കവിതകളും ഗാനങ്ങളും നമ്മുടെ ഭാഷയിലുണ്ട്. അവ കണ്ടെത്താൻ ശ്രമിക്കൂ. കേരളമേ നിന്റെ യോമനപ്പേർ കേൾക്കെ, കോൾമയിർ കൊള്ളുന്നെൻ ഉള്ളമെന്നും, നീരാളപ്പച്ച വിരിച്ച വയലുകൾ നീളക്കിടക്കുമുൾ നാടുകളും, വാരിളം പുല്ലണി കുന്നിൻ പുറങ്ങളും നേരറ്റ നീരലർ പൊയ്കകളും. കേരളഗാനം. എസ് കെ പൊറ്റക്കാട്. പൊന്നോണമാണിന്നീ കേരളത്തിൽ, പുണ്യം പുലരുമീ ആരാമത്തിൽ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ്. വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കാം. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാട്, കളരിപ്പയറ്റ് പിറന്ന നാട്, മാബലിത്തമ്പുരാൻ വാണനാട്, മലയാള ഭാഷ തൻ പുണ്യനാട്. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാട്, കളരിപ്പയറ്റ് പിറന്ന നാട്, കുഞ്ചനും തുഞ്ചനും വാണനാട്, കഥകളി തന്നെ ജന്മനാട്. കൂടുതൽ വരികൾ ചേർത്ത് കൂട്ടുകാർ കവിത പൂർത്തിയാക്കുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.